നമസ്കാരം. എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ച് തുടങ്ങിയല്ലോ അല്ലേ? നമ്മുടെ റെസിപ്പീസൊക്കെ എങ്ങനെയുണ്ട് പരീക്ഷിച്ച് നോക്കിയിട്ട്. ഞാൻ കഴിഞ്ഞ ഒരു 6 ഡിഷസ് കുക്ക് ചെയ്തത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറ്റയറും ഒരുങ്ങിയും ഒക്കെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ 6 എണ്ണം അങ്ങനെ കുക്ക് ചെയ്തില്ലേ, ഇനിയുള്ളത് ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഗ് അങ്ങോട്ട് ഊരി മാറ്റി. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കോലം. ഈ കോലത്തിൽ എങ്ങനെയൊക്കെയാണോ വരണേ അതുപോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ തന്നെ ഇങ്ങനെ പ്രസൻറ്റബിൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വന്നത്. വനിതം ഓണസദ്യയിൽ കുറുക്ക് കാളൻ എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചേന വേണം, കായ വേണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമോളം വരുന്ന ചേനയാണ്. നല്ല വൃത്തിയായിട്ട് നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ അളവിൽ കായ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കാരണം ചേനയ്ക്ക് ഇത്തിരി വേവ് വേണം. അതുകൊണ്ട് ചേന ഇട്ടിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കായ ഇടുക. അപ്പോൾ കായ നുറുക്കുമ്പോൾ തൊലിയോടുകൂടി വേണം നുറുക്കാൻ. അതിൻ്റെ ആ കോർണേഴ്സിലുള്ളത് മാത്രം കളഞ്ഞ് മുകളിലുള്ള ഭാഗവും അടിഭാഗവും കടയും തലയും കളഞ്ഞിട്ട് നുറുക്കി ആ തോല് കളഞ്ഞ്, പക്ഷെ മെയിനായിട്ട് കട്ടിയായിട്ടുള്ള ആ തോലോട് കൂടിയിട്ട് വേണം നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കാൻ. പിന്നുള്ളത് നമുക്ക് നാളികേരം, ഏകദേശം ഒരു 1.5 മുറിയോളം നാളികേരം ഇതിലുണ്ട്. 1/4 ടീസ്പൂണായിട്ട് ഇഞ്ചിയുണ്ട്. അതേപോലെ തന്നെ അളവിൽ 1/4 ടീസ്പൂൺ ജീരകമുണ്ട്. പിന്നുള്ളത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ഒരു ടീസ്പൂണേ ആവശ്യമുള്ളൂ, കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെച്ചു എന്ന് മാത്രം. പിന്നെ വറ്റൽമുളക് വേണം. വറ്റൽമുളക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടതുണ്ട്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില. പിന്നെ പൊടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടുന്ന് ഉപ്പ് വേണം, മുളക് പൊടി വേണം. ഇത് കാശ്മീരി ചില്ലിയാണ്. മഞ്ഞൾപ്പൊടി വേണം. ഇത് കൂടാതെ ഒരു സ്വല്പം നെയ്യ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയുടെ ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് വറുത്തിടുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. കടുകും പിന്നെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര്. ഇത് നല്ല കട്ടിയുള്ള തൈരാണ്, തരിയില്ലാതെ, അതുപോലെ നല്ല പുളിയുള്ള തൈരുമാണ് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൂടാതെ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ വെള്ളം ഞാൻ 2 പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക. ഇത് കുറച്ച് കൂടുതലുള്ള വെള്ളമാണ്, അത് കുറച്ച് കുറവിലുള്ള വെള്ളമാണ്. അതെന്താ അങ്ങനെ വെച്ചേക്കണേ എന്നുള്ളത് കുക്ക് ചെയ്യുമ്പോൾ പറയാം. കുറുക്കുകാളൻ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അടുപ്പ് കത്തിക്കാം. ഇത് ഉരുളി കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോഴേ കഷ്ണത്തിൻ്റെ ചോട്ടിൽ നിൽക്കണം. ഈ 2 ചേനയുടെയും കായയും ഇടുന്ന സമയത്ത് അതിൻ്റെ ചോട്ടിൽ നിൽക്കണം വെള്ളം, അതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. മാത്രമല്ല നമ്മൾ കുറുക്ക് കാളനാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് കുറുക്ക് കാളൻ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒഴിച്ച് കാളനിലേക്ക് മാറും. അപ്പോൾ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ ആദ്യം ചേനയാണ് ഇടുക, കാരണം ചേനയ്ക്ക് കുറച്ച് വേവ് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യം ചേന ഇടുന്നു. നേരത്തെ പറഞ്ഞു ഒരു 200 ഗ്രാമാണ് ഇപ്പം ഇതിലെടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചേന. പിന്നെ ഈ ചേനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചേനയിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങിക്കോളും, അതും കൂടി ഇതിലേക്ക് ചേർന്നോളും. ചേന ഇട്ടിട്ട് നമ്മളിനി ഇതിൽ ഒരു സ്വല്പം ഉപ്പ്, നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ആദ്യം ഇടുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഇത്തിരി വളരെ കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രം. ഒപ്പം മഞ്ഞൾപ്പൊടി അതെ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കണം. കുറച്ച് നേരം അടച്ച് വെച്ച് തന്നെ വേവിക്കണം. കാരണം ചേന വേവാനായിട്ടൊരു സ്വല്പ സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവണ വരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എല്ലായിടത്തേക്കും എത്തണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ചേന നമ്മൾ വേവാൻ വെച്ചിരിക്കുകയാണ്, അടച്ചു വെച്ചിട്ടാണ് വേവിക്കണേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നാളികേരം ഏകദേശം ഒരു 1.5 മുറി നാളികേരമാണ് എടുത്തേക്കണേ. അതിൽ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ ജീരകവും,
പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ ഇത് അരയ്ക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം എടുക്കരുത്, ഈ ഒരു അളവിൽ വളരെ കുറച്ച് വെള്ളം. ഇത് നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അരയ്ക്കാം. ഈ നാളികേരം അരയ്ക്കണ സമയത്ത് ഒരുപാട് അരഞ്ഞ് വരരുത്. നമ്മൾ ബാക്കി ചട്നിക്കോ അതിനൊന്നും അരയ്ക്കണ പോലെ അങ്ങനെ അരയരുത്. ഒരു ഏകദേശം അര ഭാഗം, അല്ലെങ്കിൽ മാക്സിമം ഒരു 1/4 ഭാഗം അരപ്പേ ഉണ്ടാവാവൂ. അതിൽ ഇഞ്ചിയും ജീരകവും അതുപോലെ നാളികേരം നമ്മൾ ചേർത്തു. ഇതിലേക്ക് 1 സ്പൂൺ കുഞ്ഞുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണുള്ളത്, അതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. ആ വെള്ളം മുഴുവൻ ഞാൻ ഒഴിക്കുകയാണ്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഓൾമോസ്റ്റ് ആയിട്ടോ, നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു അരവ് മതി ഇതിന്, ഒരുപാട് വേണ്ട. ഇനി ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. ഒരു 1/4 ഭാഗത്തോളം ഉള്ള അരവായിട്ടുണ്ട്. നമുക്കിവിടെ റെഡിയാക്കിയിട്ട് വെക്കാം. നമുക്ക് ഒരു വേവ് ഒന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ചേന നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിൽ. കാരണം എന്താ അറിയോ, ഇത് ഉരുളിയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒഴിച്ച അതേ അളവിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. ഇതൊക്കെ പാചകം ചെയ്യണ സമയത്ത് നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചൊക്കെ എക്സ്പീരിയൻസിലൂടെ വരുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു അളവ് പറഞ്ഞു, ആ അളവ് വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ചില പാത്രങ്ങൾ, ചില അടുപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിനൊക്കെ ഓരോ മാറ്റങ്ങൾ വരാം. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പഠിച്ചത് ഉരുളി ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാനുള്ള, പെട്ടെന്ന് ചൂടാവുമല്ലോ ഉരുളിയൊക്കെ, പെട്ടെന്ന് വറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി വേവിക്കുകയാണേ. അപ്പോൾ നമുക്ക് വീണ്ടും ചേന ഏകദേശം ഒന്ന് എന്താ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളിലാട്ടിക്കണേ ഫ്ലെയിം, അതൊന്നൊരു മീഡിയം ലെവലിലേക്ക് ആക്കിയിട്ട്, സിമ്മിലല്ല മീഡിയം ലെവലിലാണേ. അപ്പോൾ ചേനയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ അപ്പോൾ പറിച്ച് അപ്പോൾ ഉണ്ടാക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ഇത്രയും സമയം എടുക്കില്ല ഇതിന് വേവാൻ. പക്ഷെ കടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ മുറുക്കം വരും. അപ്പോൾ ഇത് മുറുക്കം പോയിട്ടുണ്ട്, നാളെ അയഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ചില കഷ്ണങ്ങൾ അത്ര ആയിട്ടുമില്ല. നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇത് വേവിക്കാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് കായ ആഡ് ചെയ്യാൻ. ചേന ഏതാണ്ട് വെന്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, ഏകദേശം ഇപ്പോൾ ഞാനൊരു 10-12 മിനിറ്റോളം എടുത്തിട്ടാണ് ഇത് വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ സമയം പോലെ ആയിരിക്കും ഈ വേവ്. ഞാനിപ്പോൾ എടുത്ത സമയം 12 മിനിറ്റോളമാണ്. പക്ഷേ ആ 12 മിനിറ്റ് തന്നെ ആവണം എന്നില്ല എല്ലാവർക്കും. നേരത്തെ പറഞ്ഞ പോലെ പാത്രത്തിനനുസരിച്ചും. അപ്പോൾ ഇത് ഉരുളിക്ക് പകരം കുക്കറാണ് വെക്കണതെന്ന് വിചാരിക്കും. അപ്പോൾ കുക്കറിലാണെങ്കിൽ ചേന ഒരൊറ്റ വിസിലടിച്ചാൽ അത് വേവും. എന്നിട്ട് അതിലേക്ക് കായ ഇട്ടാൽ മതി. ഇതിപ്പോൾ അടുപ്പത്ത് നമ്മളിങ്ങനെ വെച്ച് ഉരുളിയിലൊക്കെ ചെയ്യണോണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കായ ആഡ് ചെയ്താലോ? കായും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് വേവിക്കാനുണ്ട്. കായ് നമ്മൾ ചേന എടുത്ത അതേ അളവിലാണ് എടുത്തിരിക്കണേ. 200 ഗ്രാമാണ് എടുത്തിരിക്കണേ. ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ച കായാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കണേ, ഒരുപാടല്ല, ചെറുതായിട്ട്. ഇത് നമ്മൾ കായ കാണുന്ന സമയത്ത് നമുക്ക് ഇത് പഴുത്ത പോലെ നമുക്ക് തോന്നണേ, പഴുത്തതല്ല കേട്ടോ, ഇത് പച്ചക്കായ തന്നെയാണ്, നേന്ത്രക്കായ തന്നെയാണ് പച്ചയായിട്ടുള്ളത്. അത് ഒരു ചെറുതായിട്ട് ബോയിൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അതിനൊരു ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നത്. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിനി തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് വേവിക്കാം. അതായത് കായയുടെയും ചേനയുടെയും വേവ് ഏകദേശം ഒരുപോലെ ആവണ വരെ നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ കായയും ചേനയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കായ ഇട്ടതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 9 മിനിറ്റോളം ഇത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ വേവ് പാകം നന്നായിട്ട് നോക്കുക. ഇത് ഞാനൊന്ന് പതുക്കെ സിമ്മിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുകയാണേ. പച്ചമുളക് ആഡ് ചെയ്യണു. പച്ചമുളക് ആഡ് ചെയ്ത് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ
നാളികേരവും ജീരകവും ഇഞ്ചിയും കൂട്ടിയിട്ട് അരച്ച് വെച്ചത്. ആ അരച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നേരത്തെ നമ്മൾ അരച്ചത് മുഴുവനായിട്ട് അരച്ചതല്ല, ഒരു നാളികേരത്തിൻ്റെ ഭയങ്കര ഒരു പേസ്റ്റ് അല്ല, ചെറിയൊരു തരി നിൽക്കണം, അതുപോലെ ആയിരിക്കണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. അധികം വെള്ളം ആഡ് ചെയ്യണില്ല. പരപ്പ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇത് വെക്കണേ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം പോകണം. അതായത് നാളികേരം ചേർത്തതിൻ്റെ, പച്ചമുളക് ചേർത്തതിൻ്റെ അതിൻ്റെയൊക്കെ പച്ചമണം പോണ വരെ അത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ. മണം വരുന്നുണ്ട്. വേവൊക്കെ പാകമായിട്ടുണ്ട്, അധികം ഉടഞ്ഞിട്ടില്ല. കഷ്ണം ഉടയാതെ നോക്കുക എന്നുള്ളതും കൂടി നമ്മൾ ചെയ്യണേ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ പോയി. ഞാനിതൊന്ന് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ടാണ് നമുക്കിനി ബാക്കി പണികൾ ചെയ്യാനുള്ളത്. ഓഫ് ചെയ്തു. ഞാൻ നാളികേരം ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റാണ് അതൊന്ന് വേവാൻ വേണ്ടി, ഒന്ന് ബ്ലെൻഡായി ആ പച്ചമണമൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ പ്രധാന കൂട്ടായിട്ടുള്ള തൈര്, നല്ല കട്ട തൈരാണ്, പുളിയുള്ള തൈരാണ്, അത് നമ്മൾ ആഡ് ചെയ്യാണ്. ഫുൾ ആഡ് ചെയ്യാണ്. തരിയില്ലാത്ത തൈര് കേട്ടോ, അതാണ് എടുത്തേക്കണേ. തൈര് ചേർത്തു ഞാൻ. അതിൻ്റെ കൂടെ ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൽ ബാക്കിയുള്ള തൈരിനെ ഒന്ന് കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അധികം ചേർക്കല്ലേ, വളരെ കുറച്ചേ. പിന്നെ നമ്മൾ കുറുക്ക് കാളനാണല്ലോ ഉണ്ടാക്കണേ. അതൊന്ന് ആഡ് ചെയ്യും. ഒന്ന് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ തൈര് ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒന്നും കൂടി ഒന്നൊരു ആവി പറത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കായയ്ക്ക് ഒരു സ്വല്പം കൂടി ചെറുതായിട്ട്, നമ്മൾ തൈര് ഒഴിച്ച കാരണം അധികം തിളപ്പിക്കാനൊന്നും പാടില്ല, ഒരു ആവി വരുത്താനേ പാടുള്ളൂ. അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആവി വരുമ്പോഴേക്കും നമ്മളത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ തൈര് ചേർത്ത കാരണം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതൊന്ന് സിമ്മിലാണ് ഇടുന്നത്. ആവി വന്നു, പെട്ടെന്നൊരാവി വന്നു, ജസ്റ്റ് ഓഫ് ചെയ്യുന്നു കേട്ടോ. ഒരു മഞ്ഞ കളറിൻ്റെ കുറവ് ഇത്തിരി കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു സ്വല്പം, വളരെ സ്വല്പം മഞ്ഞൾപ്പൊടി, അതായത് 1/2 ടീസ്പൂണിൽ ഒരു ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യാണ്. അധികം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാനും പറ്റില്ല, കാരണം മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് വരാൻ, ഇതിൻ്റെ കുത്ത് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. നമുക്ക് കാളൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മഞ്ഞ കളറിൽ ഇരിക്കണമല്ലോ, അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്യുമ്പോഴേക്കും തന്നെ കളറ് മാറി. അതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കാളൻ ഇങ്ങനെ കുറുക്ക് കാളനായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് വറുത്തിടുക എന്നുള്ളൊരു പരിപാടിയാണ്. തീ കത്തിക്കുന്നുണ്ട്. ഈ കടായിൽ നമ്മൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ വെളിച്ചെണ്ണയുടെ കൂടെ ഒരു സ്വല്പം നെയ്യ്, അധികമില്ല, ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്താൽ പ്രത്യേക മണം വരും. ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല ഈ നെയ്യ് ആഡ് ചെയ്യൽ, വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു മണം എന്ന് പറയണത് ഭയങ്കര സുഖമുള്ളൊരു മണമാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്.
എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കാം. കടുക് ഒരു ഏകദേശം 1.5 ടീസ്പൂണോളം കടുകാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ അധികം ചേർക്കണ്ട. ഉലുവ അധികം ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത് കഴിക്കും. അപ്പോൾ വളരെ കുറച്ച് ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉലുവ ചേർക്കണേ. കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഉലുവ ചേർക്കണു. ഇതിലേക്ക് മുളക്, ഒരു 3 മുളകാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് ഇവരെല്ലാവരും ബ്ലെൻഡായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, അതിലേക്ക് കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്തു. വെളുത്തുള്ളിയും കൂടിയും ലാസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഉള്ളത് കറിവേപ്പിലയാണ്. ഇതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. കറിവേപ്പില എത്ര ഇടണോ അത്രയും നല്ലതാണ്. ഒരുവിധമായി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നു. മുളകിന് നല്ല ബ്രൗൺ കളർ കിട്ടി. ഇത് ഞാൻ ഓഫ് ചെയ്യാണേ. ഓഫ് ചെയ്തിട്ട് നമുക്ക് അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ കളർ മാറുവേ. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, മുളക് പൊടി കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലേവർ ഇതിലേക്ക് നല്ലതായിട്ട് ബ്ലെൻഡായി നല്ല കളറിൽ നമുക്ക് കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മനസ്സ് പറയണു ഉപ്പൊക്കെ പാകമായിരിക്കും എന്നുള്ളത്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം ഉപ്പുണ്ട്, എരിവുണ്ട്, പാകത്തിനാണോ എല്ലാ ഫ്ലേവേഴ്സും എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. കുറച്ച് കുറവാണ്, വളരെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്യാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് പാകമായിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് അവനവന് എങ്ങനെയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. കാളൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം കൂടി, ഒരു ചെറിയൊരു പൊടിക്കൈ പോലെ ഞാൻ പറയാം. ഈ കായയ്ക്കും ചേനയ്ക്കും ഉണ്ടല്ലോ, ഇത് നുറുക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ പോയി കിട്ടും. എന്നിട്ട് കുക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്തൊരു ഡിഷ് വനിത മോണ സദ്യയിൽ ഉണ്ടാക്കാം. എന്താണെന്നറിയോ? എരിശ്ശേരി.